ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിലെ സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ന്യൂസ് കൊടുക്കാം. ഇന്ന് പൊതുവെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഡേ ആയിരുന്നു. നിഫ്റ്റി ഇന്ന് 25,327 ക്ലോസ് ചെയ്തത്. 96 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് 268 പോയിൻറ്റ്സ് കുറഞ്ഞ് 55,458 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 21 പോയിൻറ്റ്സ് ഉയർന്ന് 59,094 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 27 പോയിൻറ്റ്സ് ഉയർന്ന് 18,504 ക്ലോസ് ചെയ്തത്. ഇന്ത്യ വെക്സ് ഇന്ന് 9.96 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 82,626 ക്ലോസ് ചെയ്തപ്പോൾ 387 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. DII ആക്ടിവിറ്റി നോക്കിക്കഴിയുന്നത് DII നെറ്റ് ബയേഴ്സ് ആയിരുന്നു. 2,105 കോടി രൂപ നെറ്റ് ബൈ ആണെന്ന് DII നടത്തിയത്. FIയുടെ ഭാഗത്തു നിന്നും ഇന്നും നെറ്റ് ബൈയിലാണ് നിൽക്കുന്നത്. 390 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു ഇന്ന് FII. ഇന്നലെ DII 3,326 കോടി നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FII 366 കോടി നെറ്റ് ബയേഴ്സ് ആയിരുന്നു. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,069 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,239 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 25,330 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 25,423 ക്ലോസ് ചെയ്തു. ഇന്ന് ഫ്രൈഡേ 25,327 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആകെ ഈ ആഴ്ച 213 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. 0.85% പ്രോഫിറ്റ് കണ്ടു. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,327 നിൽക്കുമ്പോൾ 7.11% പ്രോഫിറ്റാണ് ഈ വർഷം ഇന്ന് വരെ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 2024 സെപ്റ്റംബർ 25,810 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,327 നിൽക്കുമ്പോൾ 1.87% ലോസാണ് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ള ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച സമ്മറി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് ഈ ആഴ്ച 1.19% റാലി നടത്തി. നിഫ്റ്റി മിഡ് ക്യാപ്പ് 1.49% റാലി നടത്തി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 2.86% റാലി നടത്തി. ആൻഡ് സെൻസെക്സ് 0.88% റാലിയാണ് ഈ ആഴ്ച ഈ 4 ഇൻഡെക്സിനും കാണാൻ സാധിച്ചത്. DII ആക്ടിവിറ്റി ഈ ആഴ്ച സമ്മറി നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച DII ആകെ 11,177 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FII 1,327 കോടി രൂപ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഈ ആഴ്ചയിൽ 3 ദിവസം FII ബൈയിലായിരുന്നു, 2 ദിവസം സെല്ലിലാണ് നിന്നത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി FMCG, നിഫ്റ്റി IT, നിഫ്റ്റി മീഡിയ എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ 27,219 ക്ലോസ് ചെയ്തു. 109 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 303 പോയിൻറ്റ്സ് ഉയർന്ന് 35,745 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 171 പോയിൻറ്റ്സ് കുറഞ്ഞ് 26,527 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി FMCG 56,273 ക്ലോസ് ചെയ്തപ്പോൾ 249 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 25 പോയിൻറ്റ്സ് ഉയർന്ന് 14,881 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഇൻഫ്ര 9237 ക്ലോസ് ചെയ്തപ്പോൾ 7 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT എന്ന് 172 പോയിൻറ്റ്സ് കുറഞ്ഞ് 36,578 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 1619 ക്ലോസ് ചെയ്തപ്പോൾ 8 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മെറ്റൽ 34 പോയിൻറ്റ്സ് ഉയർന്ന് 9989 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,333 ക്ലോസ് ചെയ്തപ്പോൾ 46 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ 112 പോയിൻറ്റ്സ് ഉയർന്ന് 22,686 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി PSU ബാങ്ക് 7397 ക്ലോസ് ചെയ്തപ്പോൾ 93 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 5 പോയിൻറ്റ്സ് ഉയർന്ന് 923 ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് ഇൻഡസ്ട്രീസിൻ്റെ ഈ ആഴ്ചത്തെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി FMCG, നിഫ്റ്റി മീഡിയ എന്നീ സെക്ടേഴ്സ് റെഡിലാണ് ഈ ആഴ്ചത്തെ ടോട്ടൽ സമ്മറിയിൽ ക്ലോസ് ചെയ്തത്. എന്നാൽ ബാക്കിയുള്ള സെക്ടേഴ്സ് എല്ലാം ഗ്രീനിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓട്ടോ 1.31% ഗെയിൻ ഉണ്ടാക്കി ഈ ആഴ്ച. നിഫ്റ്റി എനർജി 2.31% റാലി നടത്തി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 0.62%. നിഫ്റ്റി FMCG 0.50% ഫോളാണ് കണ്ടത്. നിഫ്റ്റി ഹെൽത്ത് കെയർ 0.90% റാലി നടത്തി. നിഫ്റ്റി ഇൻഫ്ര 1.80% റാലി നടത്തി. നിഫ്റ്റി IT 1.29% റാലി നടത്തി. എന്നാൽ നിഫ്റ്റി മീഡിയ 0.10% ഫോളാണ് കണ്ടത്. നിഫ്റ്റി മെറ്റൽ 1.08% റാലി നടത്തി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 2.18% റാലി നടത്തി. നിഫ്റ്റി ഫാർമ 1.55% റാലി നടത്തി. നിഫ്റ്റി PSU ബാങ്ക് 4.83% റാലി നടത്തി.
നിഫ്റ്റി റിയാലിറ്റി 4.43% റാലി നടത്തി. ഇതിൽ നമുക്ക് നിഫ്റ്റി PSU ബാങ്കും നിഫ്റ്റി റിയാലിറ്റിയും എബവ് 4% നല്ല റാലിയാണ് ഈ ആഴ്ച കാണാൻ സാധിച്ചത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1352 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1421 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അദാനി എൻ്റർപ്രൈസ് 5.25% റാലി നടത്തി, SBI ലൈഫ് 1.33% റാലി നടത്തി, ഇൻഡസിൻഡ് ബാങ്ക് 1.16%, അദാനി പോർട്സ് 1.15%, ഭാരതി എയർടെൽ 0.97%, SBIN 0.96%, ശ്രീറാം ഫിനാൻസ് 0.89%, ഹീറോ മോട്ടോകോപ്പ് 0.84%, ഏഷ്യ മോട്ടോഴ്സ് 0.81% ആൻഡ് ഏഷ്യൻ പെയിൻറ്റ്സ് 0.69% റാലിയാണ് ഇന്ന് നടത്തിയത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ HCL ടെക് 1.59% ഫോളോ നടത്തി, ICICI ബാങ്ക് 1.35% ഫോളോ നടത്തി, ട്രെൻഡ് 1.21%, ടൈറ്റാൻ 1.18%, M&M 1.13%, ബജാജ് ഓട്ടോ 1.09%, HDFC ബാങ്ക് 1.01%, നെസ്ലെ ഇന്ത്യ 0.96%, അൾട്രാസിംകോ 0.92% ആൻഡ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ 0.88% ഫോളോ ആണ് കണ്ടത്. ഇതൊരു ബയേഴ്സ് എല്ലാ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി മൺഡേ കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചു കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.